എല്ലാ മഹാഭാരത പ്രേമികൾക്കും സാദരം നമസ്കാരം. ജരാസന്ധനെ കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും ഭീമനും അർജുനനും മഗധപുരിയിൽ അതിക്രമിച്ച് ചെന്ന് അവനോട് യുദ്ധം ചോദിച്ച് വാങ്ങുന്നു, വെല്ലുവിളിക്കുന്നു. അവനെ വധിച്ചിട്ട് രാജാക്കന്മാരെ രക്ഷിക്കുമെന്ന് ഭഗവാൻ പ്രഖ്യാപനം ചെയ്യുന്നു. ജരാസന്ധൻ തൻ്റെ ശൗര്യം വിടാതെ തന്നെ അവരുടെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഭീമനുമായിട്ട് യുദ്ധത്തിന് തയ്യാറാകുന്നു. അങ്ങനെ അമിത ബലവാനായ ഭീമനും മഹാശക്തനായിട്ടുള്ള യോദ്ധാവായിട്ടുള്ള ആ ജരാസന്ധനും തമ്മിൽ അതിഘോരമായ യുദ്ധം ആരംഭിച്ചു. അവരുടെ യുദ്ധം അസാധാരണമായിരുന്നു. രണ്ടുപേരും ബലവാന്മാരായിരുന്നു. അതുപോലെ അവർ വെറും കൈകൾ കൊണ്ട്, മുഷ്ടി കൊണ്ട്, പരസ്പരം നെഞ്ച് ഉരസിക്കൊണ്ട്, അതുപോലെ തോളുകൾ തമ്മിൽ ഉരസിക്കൊണ്ട്, മുഷ്ടി കൊണ്ട്, കാൽമുട്ട് കൊണ്ട്, അങ്ങനെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ തന്നെ അവർ ആയുധമാക്കി മാറ്റിക്കൊണ്ടുള്ള അതിഘോരമായ യുദ്ധം ആരംഭിച്ചു. ഭൂമി പ്രകമ്പനം കൊണ്ടു. അതുപോലെ മഗധ പുരിയിലുള്ള ആളുകൾ, ജരാസന്ധൻ്റെ ആളുകളൊക്കെ യുദ്ധം കണ്ട് അതിശയത്തോടുകൂടി നിന്നു. ഈ സന്ദർഭത്തിൽ തുല്യബലവന്മാരായ ഈ യോദ്ധാക്കൾ തമ്മിൽ 13 ദിവസം അങ്ങനെ യുദ്ധം നീണ്ടുപോയി. കാർത്തിക മാസത്തിലെ പ്രതിപദ തിഥിയിൽ ആരംഭിച്ച യുദ്ധം 13 ദിവസം നീണ്ടിട്ടും യുദ്ധത്തിന് ഒരു പരിസമാപ്തിയും ഉണ്ടായില്ല. 14-ാം ദിവസം വന്നു, ചതുർദശി നാൾ വന്നപ്പോഴേക്കും ജരാസന്ധന് ചെറുതായ ക്ഷീണം നേരിട്ടതായിട്ട് കണ്ടു. ജരാസന്ധൻ കുറച്ചുകൂടി പ്രായം കൂടിയ ആളാണല്ലോ. അല്പം ക്ഷീണിച്ചതായി കണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭീമനോട് പറഞ്ഞു, ഭീമ, ഇതാ ജരാസന്ധന് അല്പം ക്ഷീണം സംഭവിച്ചിരിക്കുന്നു, അവൻ്റെ ബലം കുറഞ്ഞിരിക്കുന്നു, അവൻ ഏത് നിമിഷവും കുഴഞ്ഞു വീണ് മരിച്ചു പോകാം. പക്ഷേ അങ്ങനെ മരിക്കുന്നത് നിൻ്റെ വിജയമായിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവൻ സ്വയം അവശനായിട്ട് വീണ് മരിക്കുന്നതിന് മുമ്പായിട്ട് നീ അവനെ യുദ്ധത്തിൽ തന്നെ കൊല്ലണം. അതിനുവേണ്ടി നീ നിൻ്റെ ബലം അല്പം കുറച്ചിട്ട് അവനോട് തുല്യമായ അളവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അവനെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു, ഭഗവാനെ, അവനെ കണ്ടാൽ ക്ഷീണിതനാണെന്ന് തോന്നുമെങ്കിലും അവൻ്റെ ബലത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും അവൻ ഇതേ നിലയിൽ ദീർഘകാലം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് അവനെ കൊല്ലാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ഭീമ, നിനക്ക് മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. നിനക്കല്ലാതെ മറ്റാർക്കും കൊല്ലാൻ സാധിക്കുകയില്ല, കൊല്ലൽ പാടുമില്ല. പണ്ട് ഗോമന്ത പർവ്വതത്തിൽ വെച്ച് യാദവന്മാരുമായിട്ട് ഇവൻ യുദ്ധം ചെയ്ത സന്ദർഭത്തിൽ ബലരാമൻ, എൻ്റെ ജ്യേഷ്ഠനായ ബലഭദ്രൻ, അദ്ദേഹത്തെ കൊല്ലുന്ന സാഹചര്യം വന്നപ്പോൾ ആകാശത്തു നിന്നും ഒരു ദേവദൂതൻ്റെ അശരീരി ഉണ്ടായി. ഇവൻ യാദവന്മാർക്ക് വധ്യനല്ല, യാദവന്മാർ ഇവനെ കൊല്ലാൻ പാടില്ല, ഭീമനാണ് ഇവനെ കൊല്ലേണ്ടത് എന്നുള്ള ആ വാക്യം അത് ബ്രാഹ്മീ ആജ്ഞ ആയിരുന്നു, ബ്രഹ്മാവിൻ്റെ ആജ്ഞയായിരുന്നു. ആ ആജ്ഞയാണ് ദേവദൂതനിലൂടെ കേട്ടത്. അത് കേട്ടിട്ടാണ് ബലരാമൻ അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടത്. അപ്പോൾ ആ ദേവദൂതൻ്റെ വാക്ക് തെറ്റുകയില്ല. അതുകൊണ്ട് നീ തന്നെയാണ് അവനെ കൊല്ലേണ്ട ആൾ, നിനക്ക് കൊല്ലാൻ സാധിക്കും. അതുകൊണ്ട് നീ ശക്തി സമാഹരിക്കുക, നീ വായുവിൻ്റെ മകനാണ്, നീ ആ വായു ഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിക്കൂ, നിൻ്റെ വീര്യം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വർദ്ധിത വീര്യനായ ഭീമസേനൻ ജരാസന്ധനുമായിട്ട് വീണ്ടും യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ജരാസന്ധനെ അദ്ദേഹം പൊക്കിയെടുത്ത് 100 തവണ വട്ടം ചുഴറ്റിയ ശേഷം തൻ്റെ കാൽമുട്ടുകൊണ്ട് അവൻ്റെ അരക്കെട്ടിൽ മർദ്ദിച്ച് അരക്കെട്ട് തകർത്ത് അവനെ താഴെ വീഴ്ത്തി 2 കാലും പിടിച്ച് വലിച്ച് അവനെ പിളർന്ന് കൊല്ലുകയാണ്. ഇങ്ങനെ ജരാസന്ധനെ എങ്ങനെയാണ് ജര സന്ധിപ്പിച്ചത്, അതേപോലെ ഭീമൻ്റെ കൈകൊണ്ട് ആ ജരാസന്ധൻ്റെ ശരീരം 2ആയി കീറി എറിഞ്ഞിട്ടാണ് കൊന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മഹാഭാരതത്തിൽ പ്രക്ഷിപ്തമായിട്ട് ചില ശ്ലോകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രക്ഷിപ്ത ശ്ലോകങ്ങൾ മഹാഭാരതത്തിന് ചില പാഠങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഹാഭാരതത്തിന് ശേഷം രചിച്ച ശ്രീമദ് ഭാഗവതത്തിലും മറ്റും പറഞ്ഞിരിക്കുന്നത് ജരാസന്ധനെ ഇങ്ങനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭീമന് സൂചന നൽകി എന്നാണ്. ഇവിടെ വ്യാസൻ പറയുന്നു, പ്രക്ഷിപ്തമായ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ വ്യാസൻ പറയുന്നത് എന്താണ്? തതസ്തു ഭഗവാൻ കൃഷ്ണോ ജരാസന്ധ ജിഘാംസയാ ഭീമസേനം സമാലോക്യ നളം ജഗ്രാഹ പാണിന ദ്വിധാ ചിച്ഛേദവൈ തത്തു ജരാസന്ധവധം പ്രതി. ജരാസന്ധൻ്റെ വധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു നള വൃക്ഷത്തിൻ്റെ കമ്പെടുത്ത് 2ആയിട്ട് കീറിയിട്ട് ഭീമസേനന് കാണിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ മഹാഭാരതത്തിൽ മറ്റൊന്നുകൂടി പറയുന്നു, ഇങ്ങനെ ഒരു തവണ കീറി എറിഞ്ഞ സമയത്ത് ആ 2 ശകലങ്ങളും വീണ്ടും യോജിച്ച് വന്ന് വീണ്ടും ഇദ്ദേഹം ജരാസന്ധൻ എഴുന്നേറ്റ് വന്ന് ഭീമനോട് യുദ്ധം ചെയ്തു എന്നും വീണ്ടും ഭീമൻ
അവനെ പിളർന്ന് കീറി എറിഞ്ഞു. പക്ഷേ ആ സമയത്ത് ഭഗവാൻ വീണ്ടും ഒരു മരക്കമ്പ് എടുത്തിട്ട് അത് കീറിയിട്ട് വിപരീതമായ അവസ്ഥയിൽ അതിനെ എറിഞ്ഞ സമയത്ത് ഭീമന് അത് നല്ലൊരു സൂചനയായിരുന്നു. ജരാസന്ധൻ്റെ ശരീരം പിളർന്നിട്ട് അത് രണ്ട് തരത്തിലായിട്ട് വിപരീതമായ ദിശയിൽ വിപരീതമായ രീതിയിൽ അതിൻ്റെ തലയും കാലും വിപരീതമായ അവസ്ഥയിൽ ആണ് വലിച്ചെറിഞ്ഞത്. അങ്ങനെ ജരാസന്ധനെ കൊന്നു. ജരാസന്ധനെ വധിച്ച സമയത്ത് സർവ്വപ്രാണികളും ഭയചകിതരായിട്ട് നിലകൊണ്ടു. മാഗധന്മാരൊക്കെ കിടുകിടെ വിറക്കുകയുണ്ടായി. ഭീമസേനൻ്റെ അതിഘോരമായ ഗർജനവും മരിക്കുന്ന ജരാസന്ധൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായ ഏറ്റവും വലുതായ കരച്ചിൽ. ജനിക്കുന്ന സമയത്തും ജരാസന്ധൻ അതിഘോരമായി കരഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കരച്ചിൽ അസഹ്യമായ ഒരു കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഭൂമി മുഴുവൻ കുലുങ്ങുന്ന അവസ്ഥയുണ്ടായി. ഹിമവാൻ പിളരുന്നത് പോലെ തോന്നിയെന്നാണ്. അങ്ങനെ ജരാസന്ധനെ വധിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ജരാസന്ധൻ്റെ തന്നെ വലിയൊരു രഥമുണ്ടായിരുന്നു. ആ രഥത്തെ വരുത്തിയിട്ട് ആ രഥത്തിൽ ഭീമനെയും അർജുനനെയും കയറ്റി ഭഗവാൻ അവിടെ ഒരു പാർത്ഥസാരഥിയായിട്ട് മാറി. ആ രഥത്തിൻ്റെ നിയന്ത്രണം ഭഗവാൻ ഏറ്റെടുത്തു. അതിൽ കുതിരകളെ പൂട്ടി ഭഗവാൻ ആ കുതിര പൂട്ടിയ ആ മഹാരഥത്തെ പർവ്വത ഗിരിഗുഹകളിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ആനയിക്കുകയാണ്. അവിടെയാണ് ആ ഗിരിഗുഹകളിലാണ് നൂറുകണക്കിന് രാജാക്കന്മാരെ ഈ ജരാസന്ധൻ തടവിലിട്ടിട്ടുള്ളത്. അവരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ പ്രയാണം ചെയ്യുമ്പോൾ ഭഗവാൻ കരേറിയ ആ രഥം ദിവ്യരഥമായിട്ട് മാറി. അതിലെ കുതിരകൾ ദിവ്യ ഹയങ്ങളായിട്ട് മാറി. അതിൻ്റെ തേജസ് വർദ്ധിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാര ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടെ അഭിനയിക്കുകയാണ്. ജരാസന്ധനെ വധിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു. ജരാസന്ധനെ ജയിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം. അത് ഭഗവാൻ ഭീമനെ കൊണ്ട് നിർവഹിച്ച ആ ഭഗവാന്റെ തേജസ് ലോകം മുഴുവനും അങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു തേജസ്സായിരുന്നു ഭഗവാന്റേത്. ഭഗവാൻ ആ ഭീമാർജുനന്മാരെയും കൂട്ടി അവിടെ ചെന്ന് ഈ രാജാക്കന്മാരെ മോചിപ്പിച്ച് വരുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ വാഹനമായ ഗരുഡനെ സ്മരിച്ചു. ആ ഗരുഡൻ ഭഗവാന്റെ ആ രഥത്തിന് ധ്വജചിഹ്നമായിട്ട് കൊടിയടയാളമായിട്ട് അവിടെ നിലകൊണ്ടു. അങ്ങനെ എല്ലാം കൊണ്ടും ഭഗവാന്റെ ആ പൂർണ്ണമായിട്ടുള്ള തേജസ് ചുറ്റുപാടുമുള്ള സകല ജീവജാലങ്ങളും ദേവന്മാരും ഒക്കെ തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗംഭീരമായ ഒരു രംഗമാണ് ജരാസന്ധൻ്റെ വധത്തിലൂടെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ വർണ്ണിക്കുന്നത്. മോചിതരായ രാജാക്കന്മാരൊക്കെ തന്നെ വന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ വിഷ്ണു യദുനന്ദന, അങ്ങ് വിഷ്ണുവാണ്, അങ്ങ് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ചതാണ്. ആ ധർമ്മപാലനം ചെയ്യുന്ന അങ്ങയുടെ കൈകൊണ്ട് ഞങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഭീമാർജുന ബലോവേദനായിട്ട് അങ്ങ് വന്ന് ഈ ധർമ്മപാലനം ചെയ്തിരിക്കുന്നു. അങ്ങക്ക് എന്ത് സേവനമാണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ധർമ്മപുത്രർ നടത്തുന്ന രാജസൂയ യാഗത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തെ അംഗീകരിച്ച് കപ്പം കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. രാജാക്കന്മാരെല്ലാവരും അതിന് സമ്മതിച്ചു. ഈ ജരാസന്ധൻ്റെ മകനായ സഹദേവൻ വന്ന് ഭഗവാനോട് അഭയം ചോദിച്ചു. ഭഗവാൻ അവന് അഭയം കൊടുത്തു. ജരാസന്ധൻ്റെ ശവസംസ്കാരാദികൾ ചെയ്തു. സഹദേവനെ അവിടെ മഗധത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ ഭീമാർജുനന്മാരോടൊപ്പം ഭഗവാൻ ആ ജരാസന്ധൻ്റെ ആ മഹാരഥം പണ്ട് ഇന്ദ്രൻ ഉപയോഗിച്ചതായിരുന്നു. ആ ഇന്ദ്രൻ തൻ്റെ രഥം വസുവിന് നൽകി. വസു അത് ജരാസന്ധൻ്റെ അച്ഛനായ തപസ്വിയായിട്ടുള്ള ബൃഹദ്രഥന് നൽകി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ബൃഹദ്രഥൻ, വലിയ രഥമുള്ളവൻ എന്ന പേര് വന്നത്. ആ ബൃഹദ്രഥൻ്റെ മകന് അങ്ങനെയാണ് ഈ രഥം കിട്ടിയത്. അതേ രഥത്തിലാണ് ഭഗവാൻ ഭീമാർജുനന്മാരെയും നയിച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു വന്നത്. അവിടെ വന്ന് യുധിഷ്ഠിര മഹാരാജാവിനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ദിഷ്ട്യാ, ഭീമസേനൻ ജരാസന്ധനെ വധിച്ചത് ദിഷ്ട്യാ, അത് ഈശ്വരാനുകമ്പ കൊണ്ടാണ്, അത് ദൈവാധീനം കൊണ്ടാണ്, അനുകൂലമായ ഒരു ഭാഗ്യം ഉണ്ടായതുകൊണ്ടാണ് വധിക്കാൻ സാധിച്ചത് എന്ന് ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നു. പാണ്ഡവന്മാരൊക്കെ വളരെ സന്തുഷ്ടരായി. അങ്ങനെ ഭഗവാൻ ചെയ്ത മഹത്തായ കാര്യം, ഏവം പുരുഷശാർദൂലോ മഹാബുദ്ധിർ ജനാർദ്ദന പാണ്ഡവൈർഘാതയാമാസ ജരാസന്ധമരിം തഥാ. തൻ്റെ ശത്രുവിനെ, തൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെയും ശത്രുവായിട്ടുള്ള ജരാസന്ധനെ ഭഗവാൻ പാണ്ഡവരെ കൊണ്ട്, മഹാബുദ്ധിമാനായ ഭഗവാൻ പാണ്ഡവന്മാരെ കൊണ്ട് കൊല്ലിച്ചു എന്നാണ് ഇവിടെ വ്യാസൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ കൊണ്ട് ഈ ജരാസന്ധനെ കൊല്ലിച്ചു, തൻ്റെ ബുദ്ധി അതിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീമന് ഈ മരക്കമ്പ് പിളർന്നുകൊണ്ട് ഒരു അടയാളം കാണിച്ചത് കൊണ്ടാണ് കൊല്ലാൻ സാധിച്ചത് എന്ന ആ വാക്യത്തെ കൂടി ഇവിടെ സാധൂകരിക്കുകയാണ്. അപ്പോൾ ആ വാക്യം പ്രക്ഷിപ്തമാണോ? ചില പണ്ഡിതന്മാർ അതിനെ പ്രക്ഷിപ്തമായിട്ട് കാണുന്നുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് നമ്മളതിനെ സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ഭഗവാൻ പാണ്ഡവന്മാർക്ക് അവിടെ വിജയം ഉറപ്പാക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ സ്വന്തം ചെയ്തോട്ടെ എന്ന് കരുതി ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുമ്പോൾ
പാണ്ഡവന്മാരൊക്കെ തന്നെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചുകൊണ്ടാണ് യാത്രയാക്കിയത് ഭഗവാന്. അങ്ങനെ ഭഗവാൻ പോയ ശേഷം രാജസൂയത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം അത് ജരാസന്ധനായിരുന്നു. ആ തടസ്സം നീങ്ങി എന്ന് മനസ്സിലാക്കിയിട്ട് തുടർന്നുള്ള രാജസൂയജ്ഞത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുങ്ങുന്നു. അപ്പോൾ സാക്ഷാൽ അർജുനൻ മുന്നോട്ട് വന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠ, എൻ്റെ കയ്യിൽ അതിഗംഭീരമായ ശ്രേഷ്ഠമായൊരു വില്ലുണ്ട്, എനിക്ക് ശരമുണ്ട്, അസ്ത്രങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, എനിക്ക് വീര്യമുണ്ട്, എനിക്ക് സഹായമായിട്ട് കൃഷ്ണനുണ്ട്, ഭൂമിയുണ്ട്, എല്ലാമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനി എന്ത് ചെയ്യണം? അങ്ങയുടെ യാഗത്തിന് വേണ്ടിയിട്ട് ലോകത്തെ ജയിക്കാൻ എന്നെ അനുവദിക്കണം. നമ്മൾ ലോകം ജയിച്ച് കീഴടക്കിയിട്ട് കപ്പം വാങ്ങിയിട്ട് നമ്മുടെ ഖജനാവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഉത്തര ദിശയിലേക്ക്, വടക്ക് ഭാഗത്തേക്ക് ഞാൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ്, എനിക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. വിജയായ പ്രയാസ്യാമി ദിശം ധനതപാലിതാം. സാക്ഷാൽ കുബേരൻ പാലിക്കുന്നതായ ആ ദിക്കിനെ, വടക്ക് ദിക്കിനെ ഞാൻ ജയിക്കാൻ പുറപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞു. ആരും പറയാതെ തന്നെയാണ് അർജുനൻ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ധൗമ്യൻ മുതലായിട്ടുള്ള വ്യാസൻ മുതലായ ആ ഋഷിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വ്യാസ മഹർഷി അത് കേട്ടിട്ട് അർജുനനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു തീരുമാനമാണ്. നിൻ്റെ ഈ ബുദ്ധി അഭിനന്ദനം അർഹിക്കുന്നു. പൃഥിവീം അഖിലാം ജേതും ഏകോധ്യവസിതോ ഭവാൻ. ഈ ലോകത്തെ മുഴുവൻ ജയിക്കാൻ നീ ഒറ്റക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. അതൊരു ക്ഷത്രിയന് ചേർന്നതാണ്. നിൻ്റെ അച്ഛനായ പാണ്ഡു ഇതാ ധന്യനായിരിക്കുന്നു. ധർമ്മപുത്രൻ നിന്നെക്കൊണ്ട് എല്ലാം നേടിയിരിക്കുന്നു. നിൻ്റെ വീര്യത്താൽ അദ്ദേഹം സാർവഭൗമനായിത്തീരും. രാജസൂയം നിഷ്പ്രയാസം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നീ സംശയിക്കേണ്ടതില്ല, നീ വടക്കോട്ട് പോയിക്കോളൂ. അഥവാ ഭീമസേനൻ കിഴക്കോട്ടും സഹദേവൻ തെക്കോട്ടും നകുലൻ പടിഞ്ഞാറോട്ടും ചെന്ന് ലോകത്തെ ജയിക്കട്ടെ, ദിഗ്വിജയം ചെയ്യട്ടെ എന്ന് വ്യാസനെ പറഞ്ഞപ്പോൾ പാണ്ഡവന്മാർ വ്യാസനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ആജ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. 4 പാണ്ഡവ സഹോദരന്മാരും 4 ദിക്കുകളിലേക്ക് ദിഗ്വിജയത്തിന് വേണ്ടി പോയി. അർജുനനെ വിളിച്ച് യുധിഷ്ഠിരൻ പ്രത്യേകം പറഞ്ഞു, അർജുന, ബ്രാഹ്മണരുടെ അനുഗ്രഹം വാങ്ങും. അവരുടെ സ്വസ്തിവാചനം കൊണ്ട് ശത്രുക്കൾക്ക് ദുഃഖമുണ്ടാകും, സുഹൃത്തുക്കൾക്ക് ഹർഷമുണ്ടാകും. അങ്ങനെയുള്ള ആ ബ്രാഹ്മണാനുഗ്രഹം നേടിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അനുഗ്രഹം വാങ്ങിയിട്ട് അർജുനൻ അഗ്നിദത്തമായ രഥത്തിലേറിക്കൊണ്ട് തൻ്റെ ദിവ്യമായ ചാവും എടുത്തുകൊണ്ട് സസൈന്യമായിട്ട് സൈന്യസമേതനായിട്ട് അർജുനൻ വടക്കോട്ട് പോയി. മറ്റ് 3 പേര് 3 ദിക്കുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ അർജുനൻ വടക്കോട്ട് ദിഗ്വിജയം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന അർജുനൻ കുളിന്തം, ആനർത്തം, കാളകൂടം, സുമണ്ഡലം, ശാകലദ്വീപ്, പ്രാതിവിന്ധ്യം എന്ന പർവ്വതം ഇതൊക്കെ ജയിച്ചുകൊണ്ടും തരണം ചെയ്തുകൊണ്ടും സപ്തദ്വീപങ്ങളിലുള്ള സേനാനികളുമായിട്ട് അതിഘോരമായിട്ട് യുദ്ധം ചെയ്തു. അതിഗംഭീരമായ യുദ്ധം ചെയ്ത് പ്രാഗ്ജ്യോതിഷം എന്ന് പറയുന്ന യവന രാജാവായിട്ടുള്ള, യവന്മാരെന്ന് വെച്ചാൽ അത് ഗ്രീക്കുകാരാണ് എന്ന് പറയാറുണ്ട് സാധാരണ. യവന രാജാവായിട്ടുള്ള ഭഗദത്തൻ, നരകാസുരൻ്റെ മകനായ ഭഗദത്തനാണ് അവിടെ രാജ്യം ഭരിക്കുന്നത്. പാണ്ഡുവിൻ്റെ സുഹൃത്തൊക്കെയാണ്. ആ ഭഗദത്തന് കിരാതന്മാരും ചീനന്മാരും ചൈനക്കാരായിട്ടുള്ള സൈനികരും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്ര വലിയ വിപുലമായ സൈന്യമാണ്. ആ ഭഗദത്തനുമായിട്ട് അർജുനൻ യുദ്ധം ചെയ്ത് ദീർഘനേരം യുദ്ധം ചെയ്തിട്ട് ഭഗദത്തൻ ഒടുവിൽ സന്തോഷിച്ചു. അദ്ദേഹത്തിന് യുദ്ധവീര്യം കണ്ട് സന്തോഷിച്ചിട്ട് പറഞ്ഞു, അർജുന, നീ എൻ്റെ സുഹൃത്തായ പാണ്ഡുവിൻ്റെ മകനാണ്, നിന്നെ കണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു. നിൻ്റെ അച്ഛനായ ഇന്ദ്രൻ എൻ്റെ സുഹൃത്താണ്. ആ ഇന്ദ്രനുമായിട്ട് പോലും പക്ഷേ ഞാൻ ഇടയ്ക്ക് യുദ്ധം ചെയ്യാൻ എനിക്ക് യാതൊരു ഭയവുമില്ല, യുദ്ധം ചെയ്യാറുണ്ട്. പക്ഷേ നിന്നോട് കിടപിടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല മോനെ. അതുകൊണ്ട് നിൻ്റെ യുദ്ധം കണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. നിനക്ക് എന്താണ് വേണ്ടത്, നീ ആവശ്യപ്പെട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ ധർമ്മജൻ രാജസൂയം ചെയ്യുകയാണ്, അദ്ദേഹത്തിന് കരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. ഉടനെ ഭഗദത്തൻ തൻ്റെ ഖജനാവിൽ നിന്നും വിലപിടിപ്പുള്ള രത്നങ്ങളും മറ്റു തരത്തിലുള്ള സമ്പത്ത്, വിപുലമായ സമ്പത്ത് അർജുനന് കാഴ്ചവെച്ച് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അർജുനൻ ഭഗദത്തിനെ ജയിച്ചിട്ട് വടക്കോട്ട് വീണ്ടും നീങ്ങി അന്തർഗിരി, ബഹിർഗിരി, ഉപഗിരി, ഉലൂകവാസിയായിട്ടുള്ള ബൃഹന്ത രാജാവ്, അദ്ദേഹവുമായിട്ട് ഉഗ്രമായ യുദ്ധമുണ്ടായി. ആനകളുടെ കരച്ചിൽ കൊണ്ട് ആകാശം മുഖരിതമായി എന്ന് പറയുന്ന ആ യുദ്ധം, ബൃഹന്തനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അദ്ദേഹം കീഴടങ്ങി. പിന്നീട് കാശ്മീരം, ത്രികർത്തം, ദാർവം, കോകനദം, സിംഹപുരം, അവിടെയുള്ള ചിത്രായുധൻ എന്ന രാജാവ്, സുംഹരാജാവ്, ചോളരാജാവ്, വടക്ക് കിഴക്ക് ഭാഗത്തുള്ള അസുരന്മാർ, ഇവരൊക്കെ തന്നെ അർജുനൻ തൻ്റെ യുദ്ധവീര്യം കൊണ്ട് കീഴടക്കി. ചില ആളുകളെ കീഴടക്കി, ചില ആളുകൾ സസന്തോഷം അദ്ദേഹത്തിൻ്റെ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് സമ്മാനങ്ങൾ കൊടുത്തയച്ചു. പിന്നീട് കിംപുരുഷം എന്ന രാജ്യത്ത് ചെന്ന് ധ്രുവപുത്രൻ എന്ന രാജാവിനെ കീഴടക്കി. ഹാടകം എന്ന രാജ്യം കീഴടക്കി. പിന്നെ മാനസ സരസ്, ഋഷികുല്യ മുതലായിട്ട് ദിവ്യ സരസ്സുകൾ കണ്ടുകൊണ്ട് നീങ്ങി ഗന്ധർവരാജ്യത്ത് എത്തി. അവിടെ ആ ഗന്ധർവരാജ്യവും അദ്ദേഹം ജയിച്ചുകൊണ്ട് തിത്തിരി, കൽമാഷൻ, മാണ്ഡൂകൻ മുതലായിട്ടുള്ള ദിവ്യമായ കുതിരകളെ അവിടുന്ന് സമ്മാനമായിട്ട് അദ്ദേഹം നേടി. അവിടുന്ന് അദ്ദേഹം വീണ്ടും വടക്കോട്ട് പോയി ഉത്തര കുരുദേശം,
ദിവ്യമായ ഒരു ദേശമാണത്ര ഈ ഉത്തര കുരുദേശം. അവിടെ യുദ്ധത്തിന് പ്രവേശിക്കുമ്പോൾ ദ്വാരപാലകന്മാർ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അർജുന, ഇതാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വടക്കോട്ട് നീ നീങ്ങാൻ പാടില്ല. അത് മനുഷ്യർക്ക് ചെല്ലാൻ പറ്റിയ സ്ഥലമല്ല. അവിടെ ദേവന്മാർക്ക് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒന്നുകിൽ ജീവഹാനി സംഭവിക്കും, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. പിന്നെ നിനക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യമല്ല. പ്രശ്നമില്ല, നീ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. കാരണം മനുഷ്യർക്ക് സാധ്യമായ അത്രയും ഭൂമി നീ യുദ്ധം ചെയ്ത് കീഴടക്കിയിരിക്കുന്നു. നിൻ്റെ ദിഗ്വിജയം ഇതോടുകൂടി പൂർണ്ണമായിരിക്കുന്നു. നീ തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, അങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ല. ഞാൻ ഈ ദേശത്തെ ജയിച്ചതിൻ്റെ സൂചനയായിട്ടുള്ള കരം, എന്തെങ്കിലും സമ്പത്ത് എനിക്ക് എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി ശേഖരിച്ച് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തിന് ദിവ്യമായ രത്നങ്ങളും ദിവ്യവസ്ത്രങ്ങളും ധനവും ഒക്കെ തന്നെ ധാരാളമായിട്ട് കൊടുത്ത് അർജുനനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ അർജുനൻ ഈ വടക്ക് ഭാഗം ജയിച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി വരുന്നു. മറുഭാഗത്ത് ഭീമൻ ഹസ്ത്യശ്വരഥപൂർണമായ സൈന്യത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹം കിഴക്കോട്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് നീങ്ങി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ദുഷച്ഛോക വിവർധന, ശത്രുക്കൾക്ക് ശോകം വർദ്ധിപ്പിക്കുന്നവനായ ഭീമൻ്റെ മഹാപരാക്രമം ആണ് ആ യുദ്ധഭൂമിയിൽ കണ്ടത്. ഗണ്ഡകദേശം, വിദേഹം, ദശാർണം, പുളിന്തം, ചേതിരാജ്യത്തിൻ്റെ രാജാവ് ശിശുപാലനാണ്. ആ ശിശുപാലൻ പാണ്ഡവരുടെ അമ്മയുടെ സഹോദരിയുടെ മകനാണ്, ബന്ധുവാണ്. അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറാകാതെ സന്തോഷത്തോടു കൂടിയിട്ട് അവരുടെ ആധിപത്യം സ്വീകരിച്ച് കപ്പം കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഗോപാലകക്ഷം, ഉത്തരകോസലം, മത്സ്യദേശം, ശാകന്മാർ, ബർബരന്മാർ, ശർമ്മകന്മാർ, വർമ്മകന്മാർ, ഇവരെ ഈ രാജ്യങ്ങളൊക്കെ ജയിച്ച് കിഴക്കോട്ട് ചെന്ന് ജരാസന്ധ പുത്രനായ സഹദേവനെയും ജയിച്ച് തോൽപ്പിച്ച് ആ രാജ്യവും കീഴടക്കി. ആ മഗധരാജ്യത്തിനടുത്തുള്ള അംഗരാജ്യത്തേക്ക് അദ്ദേഹം ചെന്നു. അംഗരാജ്യത്തിൻ്റെ രാജാവ് ആരാണ് നമുക്കറിയാം, ദുര്യോധനൻ്റെ സുഹൃത്തായ കർണൻ. കർണൻ്റെ ആ രാജ്യത്തെ ആക്രമിച്ചു. കർണന് അവിടെ അംഗരാജ്യവും മാലിനി എന്ന് പറയുന്ന രാജ്യം ജരാസന്ധൻ കൊടുത്ത മറ്റൊരു ചെറിയൊരു ദേശം കൂടിയുണ്ട്. ഇത് രണ്ടിൻ്റെയും ഭരണം ചെയ്യുന്നത് കർണനായിരുന്നു. ആ കർണൻ്റെ രാജ്യത്തെ ഭീമൻ യുദ്ധം ചെയ്ത് ആക്രമിച്ചു, ഘോരമായി യുദ്ധം ചെയ്തു. കർണൻ ഭീമസേനോട് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. കർണൻ അജയ്യനാണ്, ശൂരനാണ് എന്നൊക്കെ ചില നിരൂപകന്മാർ പറയാറുണ്ട്. കർണനോടുള്ള അവർക്ക് എന്തോ ഒരു സ്നേഹം കൂടുതലായിട്ട് കാണാറുണ്ട്. കാരണം മഹാഭാരതം വായിച്ചിട്ടല്ല അവരിത് മനസ്സിലാക്കുന്നത്. കർണൻ ഒരിക്കലും തോൽക്കാറില്ല എന്നൊക്കെ കുട്ടിക്കൃഷ്ണമാരാരെ പോലും ഒക്കെ പറയാറുണ്ട്. പക്ഷേ കർണൻ പലതവണ യുദ്ധങ്ങളിൽ തോറ്റിട്ടുണ്ട്, പലായനം ചെയ്തിട്ടുണ്ട്, പിന്തിരിഞ്ഞ് ഓടിയിട്ടുമുണ്ട്. ഇവിടെ ഭീമനോട് കർണൻ യുദ്ധത്തിൽ തോറ്റു. ആ പാണ്ഡവന്മാരുടെ ആധിപത്യം അദ്ദേഹവും സ്വീകരിച്ചു. പിന്നെ അങ്ങനെ കർണനെ ജയിച്ചിട്ട് അദ്ദേഹം മുന്നേറി ആ കിഴക്ക് ഭാഗം ജയിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി വന്നു. അതുപോലെ സഹദേവൻ ദക്ഷിണ ദിക്കിലേക്ക് ആക്രമിച്ച് നീങ്ങുന്നു. നകുലൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നു. അവരുടെ ആ യുദ്ധവീര്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇനി ശ്രദ്ധിക്കാം.